ഹലോ, ഇന്നത്തെ നമ്മളെ വർക്ക് ഇതാ ഈ തെങ്ങിനൊരു തടം കെട്ടണം. എല്ലാ തടം ആകെ പൊട്ടിയിട്ടും ആകെ നാശമായിക്കണം. പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കാനും സ്ഥലമല്ല. അപ്പോൾ ഈ കെട്ടൊന്ന് പൊളിച്ചിട്ട് റൗണ്ട് കെട്ടാക്കണം. അപ്പോൾ രാജു എന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യണ? പൊളിക്കുക, പൊളിച്ചിട്ട് നേരെ വൃത്തിയിൽ കെട്ടി തേച്ച് സെറ്റാക്കി കൊടുക്കും. അപ്പോൾ എല്ലാ പരിപാടികളും ചെയ്തെടുക്കണ്ടല്ലേ? ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. എന്താ രഞ്ജിത്ത് രാവിലെ ഒരു ഉഷാറില്ലാത്ത കണക്ക്? മഴ എവിടെയാണ്? രാത്രിയല്ലേ ഇനി മഴ പെയ്ത്? അതൊന്ന് ചൂടായിക്കോളും. കുറച്ചു നേരം പണിയെടുക്കൂട്. എന്താ നിങ്ങള് തെങ്ങ് ഇവിടുന്ന് പൊയക്കാണ്? എന്താ തെങ്ങ് കളച്ച് പൊയക്കെടുക്കാൻ പരിപാടിയാ? അതങ്ങനെ അല്ല, എന്താ ഇപ്പൊ ഇതിന്റെ വേര് മേലക്കാണല്ലോ വരുന്നത്? ഇത് വരാൻ എന്താ കാരണം? അവിടെ പൈപ്പൊക്കെ ഉണ്ട്, കൊത്തി മുറിച്ചത്. ചന്നെ പേടി. സാധാരണ എല്ലായിടത്തും പോയാലും ഇത് ചെയ്യുന്ന പരിപാടിയാണ്. അവിടെ അല്ല പൈപ്പ് ആദ്യം കൊത്തി മുറിച്ചല് ഇല്ലേ? അപ്പൊ തെങ്ങിന്റെ കെട്ടൊക്കെ ഏറെക്കുറെ പൊളി കഴിഞ്ഞു. ഈ രൂപമായി. അപ്പൊ അതാ ഫൗണ്ടേഷൻ മാന്താണ്. എന്നിട്ട് രാജു അത് ചായ അടിച്ചപ്പോഴത്തേന് വേഗം കഴിച്ചണം കേട്ടോ. അത് നിങ്ങള് തിന്നല് കഴിച്ചൊന്നല്ലാതെ കെട്ട് കഴിയൂല. ചെത്തിക്കോരണം കേട്ടോ, നല്ല വൃത്തിയില് ലെവലില്. അടി ഫുള്ള് ലെവലാവണം. കല്ലുമ്മ ലെവലിംഗ് ഒന്നുമില്ല, അടിയിൽ ലെവലാവണം. ഇതാ തെങ്ങിന് റൗണ്ട് കെട്ടാണ് ഇപ്പൊ കെട്ടണത്. നിർത്തിയിട്ടാ വെക്കണത്. എന്നാൽ 3 വരി വെച്ചാൽ അത്യാവശ്യം ഹൈറ്റ് കിട്ടും. എൻ്റെ കാലിൻ്റെ ഭാഗത്ത് 2 കല്ല് ആയിട്ട് കുറച്ച് പുറത്തേക്ക് വെച്ചാ, ആ 2 കല്ല് കുറച്ച് പുറത്തേക്ക് വരട്ടെ. ഇതാണ് നല്ല തെങ്ങാണ്, നല്ല കായ്ച്ചണ തെങ്ങാണ്. 4-5 കൊല തേങ്ങ ഉണ്ട് പൊയ്മ. രാജ്യത്ത് കെട്ടിയിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കോണ്ടിട്ടോ അതിന്. ഭക്ഷണം കഴിച്ചില്ല എല്ലാരും? ആ, എന്തായാലും റൗണ്ട് കട്ടായിക്കോട്ടെ. നേരെ പോയിന്റ് ചെയ്യ. പോയിന്റിങ്ങിൽ അതിന്റെ ഭംഗി കിടക്കണം കേട്ടോ. വേഗം നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് വേറെ പണികളുണ്ട്. അപ്പൊ നമ്മളെ തെങ്ങിന്റെ കെട്ട് കഴിഞ്ഞു രാജു. അപ്പൊ എല്ലാം കഴിഞ്ഞുല്ലേ? അപ്പൊ നിങ്ങള് ഒരു ദിവസം 2 ആളെ പണിയാണ് അത്. മോളൊക്കെ നല്ല സ്ട്രോങ് ആയി പരത്തിട്ടോ. മഴ ഉണ്ടോ? എന്നാ വരിയിരുന്നാളാ ലീവാക്കിട്ട്. അനക്കെന്തിനാ പൈസ? അതിന് അത് പ്രത്യേകിച്ച്